പുറപ്പെട്ട അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. അദ്ദേഹത്തെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ഉണ്ണി എസ് നായർ ചേരുന്നു. ഉണ്ണി, അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിയോ? പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം 8 മണിയോടുകൂടി തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ബാക്കി പരിശോധനകൾ പൂർത്തിയായ ശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 8 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ സഭാ മേലധ്യക്ഷന്മാരും അദ്ദേഹത്തെ സ്വീകരിക്കും. മെത്രാപ്പൊലീത്തമാരും അദ്ദേഹത്തെ സ്വീകരിക്കാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ തന്നെ എത്തിയിരുന്നു. ഇതിനുശേഷം പുത്തൻകുരിശിലെ സഭാസ്ഥാനത്തേക്കായിരിക്കും അദ്ദേഹം പോവുക. അവിടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത ശേഷം മാധ്യമങ്ങളെ അദ്ദേഹം കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെയാണ് അദ്ദേഹത്തിനുള്ള പ്രധാന സ്വീകരണ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 4:30 നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് നാളത്തെ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം 16 വരെ കേരളത്തിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പാത്രിയാർക്കീസ് ബാവ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 16 ചെന്നൈക്കും 17 ഡൽഹിക്കും പോകും. ഡൽഹിക്ക് പോകുന്ന പാത്രിയാർക്കീസ് ബാവ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധി എന്നിവരെയും കാണുന്നുണ്ട്. അതിനെല്ലാം ശേഷം 19 മാത്രമേ അദ്ദേഹം രാജ്യത്ത് നിന്ന് മടങ്ങി ലെബനിലേക്ക് പോകൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ 8 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ പാത്രിയാർക്കീസ് ബാവ അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങൾ സഭാ മേലധ്യക്ഷന്മാരും സഭാ വിശ്വാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പുത്തൻകുരിശിലേക്ക് അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരിക്കും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പുത്തൻകുരിശ് സഭ ആസ്ഥാനത്തേക്ക് പുറപ്പെടുക. അല്പസമയത്തിനകം തന്നെ പാത്രിയാർക്കീസ് ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രതീക്ഷയിലാണ് സഭാ വിശ്വാസികളും അതോടൊപ്പം തന്നെ വിവിധ സഭാ അധ്യക്ഷന്മാരും ഇവിടെ കാത്തുവെക്കുന്നത്. സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് 8 മണിക്ക് വിമാനത്തിൽ ഇറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരുന്നു. മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കന്മാരും ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടിച്ചും കൂടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ മുഴങ്ങി കേൾക്കാവുന്നത് പോലെ സഭാ വിശ്വാസികളായ 100 കണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെ മുഴക്കിക്കൊണ്ടാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പാത്രിയാർക്കീസ് ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രതീക്ഷയിലാണ് 100 കണക്കിന് വിശ്വാസികളും രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളുടെ വിവിധ നേതാക്കൾ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് സഭാ വിശ്വാസികളായ 100 കണക്കിന് ആൾക്കാരുടെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുള്ള മുദ്രാവാക്യം വിളികളാണ് ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ഇവിടെ നിന്ന് നേരെ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യും. ഇതിനുശേഷം അദ്ദേഹം പുത്തൻകുരിശിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണും. വൈകിട്ട് കരിങ്ങാച്ചിറ സെന്റ് ജോർജ് പള്ളിയിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൽ പങ്കെടുക്കുന്ന അദ്ദേഹം അതിനുശേഷം തിരുവാങ്കുളം സെമിനാരി സന്ദർശിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ സഭാ അടിസ്ഥാനത്തിലുള്ള സ്വീകരണം നാളെയാണ്. നാളെ ബാവയ്ക്ക് കോട്ടയത്ത് വൻ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് 4:30 നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും നാളത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഈ മാസം 16 വരെ, ഫെബ്രുവരി 16 വരെ കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന പാത്രിയാർക്കീസ് ബാവ 16 ചെന്നൈക്കും 17 ഡൽഹിക്കും പോകും എന്നാണ് ഇപ്പോഴത്തെ കാര്യപരിപാടികളിൽ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിക്ക് പോകുന്ന അദ്ദേഹം പാത്രിയാർക്കീസ് ബാവ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരെ സന്ദർശിച്ച്
വിവിധ തലങ്ങളിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തിയ ശേഷമായിരിക്കും 19-ന് ലെബനനിലേക്ക് മടങ്ങുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം 8 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് നൂറുകണക്കിന് സഭാ വിശ്വാസികളും സഭാ അധ്യക്ഷന്മാരും രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗങ്ങളിലുള്ള പ്രമുഖരും ഇവിടെ കാത്തു നിൽക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷയിൽ സഭാ വിശ്വാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയും മന്ത്രിമാരും മെത്രാപ്പൊലിത്തമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വിമാനത്താവളത്തിൽ ഒട്ടേറെ വിശ്വാസികളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുത്തൻകുരിശിലേക്ക് പുറപ്പെടും. സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായി എത്തുന്ന പാത്രിയാർക്കീസ് ബാവ ഈ മാസം 16 വരെ കേരളത്തിലുണ്ടാകും. തുടർന്ന് അദ്ദേഹം ഡൽഹിയിലും അദ്ദേഹത്തിന് സന്ദർശനമുണ്ട്. 19 വരെ അദ്ദേഹം രാജ്യത്തുണ്ടാകും. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയ്ക്കായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒട്ടേറെ വിശ്വാസികൾ അദ്ദേഹത്തിന് സ്വീകരണം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവയും മെത്രാപ്പൊലീത്തമാരും മുഖ്യമന്ത്രിയും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലേക്ക് പോകും. അവിടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യും. കൃത്യം 8 മണിയോടുകൂടി തന്നെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുകയുണ്ടായി. ദുബായിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാനത്തിലാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി യുവന്തി രാധാകൃഷ്ണൻ, കെ ബാബു ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് സ്വീകരിച്ചത്. സഭാ അധ്യക്ഷന്മാരും സഭയുടെ നേതാക്കന്മാരും ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ സ്വീകരിക്കാനായി എത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ പ്രകടിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികൾ വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അദ്ദേഹം സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്കായിരിക്കും പോവുക. അവിടെ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരെയും അതിനുശേഷം വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് കേരളത്തിൽ ഉടനീളം സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് 4:30 കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനായിരിക്കുന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വൻ സ്വീകരണമാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും നാളെ ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും അല്പസമയത്തിനകം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് വിശ്വാസികളും അദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുള്ള മുദ്രാവാക്യം വിളികളുമായി ഇവിടെ
കാത്തു നിൽക്കുകയാണ്. രാവിലെ 8 മണിക്ക് തന്നെ കൃത്യം 8 മണിക്ക് തന്നെ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ അദ്ദേഹത്തെ കാത്ത് വിശ്വാസികളും സഭാ അധ്യക്ഷന്മാരും എല്ലാം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പരിശുദ്ധ പാത്രാർക്കീസ് ബാവ പുറത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ അദ്ദേഹത്തെ പ്രകൃതിയുള്ള മുദ്രാവാക്യങ്ങളുമായി കാത്തു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചേർന്നാണ് അദ്ദേഹത്തെ രാവിലെ 8 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. 16-ാം തീയതി ഈ മാസം 16-ാം തീയതി വരെ കേരളത്തിൽ തങ്ങുന്ന അദ്ദേഹം വിവിധ നേതാക്കന്മാരും സഭാ അധ്യക്ഷന്മാരുമായി ഒക്കെ ചർച്ച നടത്തും എന്നാണ് അറിയുന്നത്. 16-ന് ചെന്നൈക്ക് പോകുന്ന അദ്ദേഹം അവിടെ നിന്ന് 17-ന് ഡൽഹിക്കും ക്ഷണിക്കും. ഡൽഹിയിൽ വെച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരുമായും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ചർച്ചകൾ നടത്തും. 19-ന് മാത്രമേ ഈ മാസം 19-ാം തീയതി മാത്രമേ അദ്ദേഹം ലെബനിലേക്ക് തിരികെ പോവുകയുള്ളൂ. ഇന്നലെ ലെബനിൽ തിരിച്ച അദ്ദേഹം ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ കൃത്യം 8 മണിക്ക് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുകയുണ്ടായി. അല്പസമയത്തിനകം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിന് പുറത്തേക്ക് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് നൂറുകണക്കിന് വിശ്വാസികളാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ പ്രകീർത്തിച്ചുള്ള മുദ്രാവാക്യം വിളികളുമായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിന് പുറത്തേക്ക് വിശ്വാസികൾ എല്ലാവരും തന്നെ ആകാംക്ഷയോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിമാനത്താവളത്തിന് പുറത്ത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്നും നേരെ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്കായിരിക്കും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പോവുക. പ്രത്യേകം തയ്യാറാക്കി ഇവിടെ വൈകിട്ടുള്ള വാഹനത്തിൽ അദ്ദേഹം നേരിട്ട് പുത്തൻകുരിശിലേക്കായിരിക്കും യാത്ര തിരിക്കുക. പുത്തൻകുരിശിൽ വിവിധ പരിപാടികൾ അദ്ദേഹം വിവിധ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക. ആദ്യം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണും. വൈകിട്ട് കരിഞ്ഞാച്ചിറ സെന്റ് ജോർജ് പള്ളിയിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനോഡിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം നാളെ ആണ് അദ്ദേഹത്തിന് സഭാ അടിസ്ഥാനത്തിലുള്ള പ്രധാന സ്വീകരണ ചടങ്ങ് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള വൈകിട്ട് 4 മുതൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള വൻ സ്വീകരണത്തിൽ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയായിരിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും ഈ സംഭവം ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് രാവിലെ 8 മണിക്ക് വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തന്നെയായിരിക്കും നാളെ 4 മുതൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രധാന സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിമാനത്താവളത്തിന് പുറത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ പ്രകടിപ്പിക്കുന്ന മുദ്രാവാക്യം വിളികളും ആശംസകളുമായി നൂറുകണക്കിന് വിശ്വാസികൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ആവേശം കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ബാവയെ കാണാനുള്ള ആകാംക്ഷയിലാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ. ബാവയെ പ്രകടിപ്പിച്ചിട്ടുള്ള മുദ്രാവാക്യം വിളികളും ആശംസകളുമായി നിരവധി വിശ്വാസികൾ സഭാ വിശ്വാസികളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ സഭയുടെ വിശ്വാസികളെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ കൈവീശി അഭിസംബോധന ദൃശ്യങ്ങളാണ് നമ്മൾക്കിപ്പോൾ കാണുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അദ്ദേഹത്തെ വിശ്വാസികൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് നേരിട്ട് ഉത്തരേന്ത്യയിലേക്കായിരിക്കും പോവുക. കൈവീശി വിശ്വാസികളെയും സഭാ നേതാക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്.
രാവിലെ 8 മണിക്ക് തന്നെ വിമാനത്താവളത്തെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള മന്ത്രിമാരും നേതാക്കളും ചേർന്നാണ് സ്വീകരിച്ചത്. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ അദ്ദേഹം പുത്തൻകുരിശിലേക്ക്, സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് നേരിട്ട് പോകും എന്നാണ് കാര്യപരിപാടിയായി അറിയിച്ചത്. പരിശുദ്ധ ബാവയെ സ്വീകരിച്ചുള്ള മുദ്രാവാക്യം വിളികളും ആശംസകളുമായി നൂറുകണക്കിന് വിശ്വാസികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാനായി നിരവധി വിശ്വാസികൾ രാവിലെ മുതൽ തന്നെ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. നിരവധി നൂറുകണക്കിന് വിശ്വാസികളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. പരിശുദ്ധ ബാവയെ മുദ്രാവാക്യം വിളികളും അനുമോദനങ്ങളും പരിശുദ്ധ ബാവയെ മുദ്രാവാക്യം വിളികളും